അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് 27 രാവിൻ്റെ അന്നക്കത്തെ വീഡിയോ ആണ് കേട്ടോ. 26ാമത്തെ നോൻപിൻ്റെ വീഡിയോ ഇന്നലത്തെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നം ഇട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 27 രാവായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനും വേണ്ടി കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടേക്കണുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അരിയൊക്കെ വെള്ളത്തിലിട്ടു. പിന്നെ നമ്മൾ സനുട്ടം സ്കൂളിലിട്ട് വന്നിട്ട് നമ്മൾ ഉച്ചക്കാണ് കേട്ടോ നമ്മൾ ഈ അരി അരച്ച് വെക്കണത്. അപ്പോൾ ഇതാക്കണേ ഒരു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശർക്കരയൊക്കെ ഉണ്ട് ഉരുക്കിപ്പാരം. പിന്നെ അരിയൊക്കെ കുതിർന്ന് വന്നപ്പം ഞാൻ എന്താട്ടി അരക്കാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഏലക്കായി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ നമ്മളെ മൈസൂർ പായ ഉണ്ടല്ലോ, മൈസൂർ പായ ഇട്ട് കൊടുത്താൽ നല്ലോണം നന്നാവും, അത് പറഞ്ഞ മാതിരി നല്ല സോഫ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഇതുവരെ മൈസൂർ പായം ഇട്ട് കണ്ട് നെയ്യപ്പവും ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതാക്കണം കുറച്ച് ചോറും പാടെ ഇട്ട് കൊടുത്തേക്കണം. ഞാൻ അരിയും ഏലക്കായും പിന്നെ ചോറും ആണ് കൂട്ടൽ കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറച്ച് റവ ഉണ്ടെങ്കിൽ റവ കൂട്ടും, അല്ലെങ്കിൽ മറ്റേ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതൊക്കെ അത് ഒക്കെ ഇട്ട് കണ്ടാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം ചൂണ്ടല്ലേ. അപ്പം ഞാനിതാക്കണം ശർക്കരയൊക്കെ ഉരുകിയത് അരിച്ചിട്ടൊന്ന് പാർന്ന് കൊടുക്കണ്ട കേട്ടോ. ആ ചൂട് കൊടുക്കുക തന്നെ പാർന്ന് കൊടുത്താൽ നമ്മൾ നെയ്യപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്നൊക്കെ പറയണേക്കാം നമ്മൾ യൂട്യൂബിൽ അങ്ങനെ. അപ്പോൾ ഞാനങ്ങനെയൊക്കെ ഒന്ന് ചുട്ടോക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് റവയും പാടെ ഇട്ട് കൊടുത്തുക്കണേ. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മളെ മാവാട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അസറൊക്കെ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നെയ്യപ്പം ചൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാക്കണേ മാവൊക്കെ കണ്ടിട്ട് നല്ല ചുരുക്കുണ്ട്, നല്ല മൊഞ്ചത്തിയായി കുത്തിറക്കണുണ്ട് കേട്ടോ നമ്മളെ മാവ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചേ നമ്മളെ നെയ്യപ്പം ഈ ഒരു ചട്ടീൻ്റെയൊക്കെ ഒരു മാതിരിയാണല്ലോ. അപ്പം എന്നാൽ ഈ ചട്ടി ചുട്ടാൽ അതേപോലെ തന്നെ നമുക്ക് നെയ്യപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താട്ടി ആ ചട്ടിയാണ് വെച്ചെടുത്ത് എണ്ണയൊക്കെ പാർന്നെടുത്ത് നമ്മളെ നെയ്യപ്പത്തിനുള്ള മാവൊന്ന് പാർന്നെടുത്തിട്ടോ. അപ്പം എണ്ണ കുറച്ച് ചൂടായാൽ കമ്മിയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ ഒരു പുറം നന്നായി മറ്റേ പുറം നന്നായിട്ടില്ല. അപ്പം അതിൽ ചുട്ടിട്ട് നന്നാകുകയല്ല. അപ്പം ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുത്ത്. അപ്പം അങ്ങനെ ഇതാക്കണേ ചട്ടി മാറ്റി കൊടുത്തിട്ട് അയക്കൊന്ന് പാർന്നു കൊടുത്ത്. നിങ്ങളോട് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ അതുകൊണ്ട് തന്നെയാണ് ഞാനാണ് കുടുങ്ങി. നെഞ്ചപ്പം ചൂടിന പൂതിയാണ് മാറി, നന്നാണുമില്ല പൊള്ളക്കണമില്ല, എന്താ അറിയില്ല. ചട്ടിൻ്റെ അടിയിൽ അങ്ങനെ പിടിച്ച അതിനെന്തോ ഒരു പാകപ്പേവ് വന്നിക്കണ്. എന്തെങ്കിലും ഒരു സാധനം ചുടുമ്പോൾ നന്നായിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അതിനോട് തന്നെ ഒരു മടുപ്പേ കാരണം ചൂടാൻ. കണ്ടങ്ങൾ ചട്ടിയിൽ ഇങ്ങോട്ട് ഒട്ടി പിടിച്ചിക്കണേ. അതിന് ചോറ് കൂടിയതാണോ പഴം കൂടിയതാണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുങ്ങി. നിങ്ങളോട് പറഞ്ഞാണെങ്കിൽ ഈ പിരാന്ത് വരിക നൂലോളിയും വരിക അങ്ങനെയൊക്കെ കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ചട്ടിയപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കണത്. ആ വെച്ച് തോന്നി ഞാൻ ഉണ്ണിയപ്പം ചുട്ടപ്പോൾ ഞാൻ നന്നാവുമായിക്കാരെന്ന് വിചാരിച്ച് ഞാൻ കേട്ടോ. അപ്പോൾ അതാക്കണേ നെയ്യപ്പം ചുട്ടതാണ്. ഇപ്പോൾ അത് നന്നായിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ കുറച്ച് നെയ്യപ്പം ചുട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഉണ്ണിയപ്പം ചുട്ടാൽ നന്നാവുമായിക്കാരം കരുതി. അപ്പം പുടിച്ചിയിലും വലിയതാണ് മടിയിലില്ലേ എന്ന് പറഞ്ഞ മാതിരിയായിപ്പോയത്. അപ്പം അതിൽ നോക്കുമ്പോഴും അതിൽ പാർന്നപ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ. ചട്ടിയിൽ ഒട്ടിപ്പിടിച്ച എടുത്തിട്ടും കിട്ടണില്ല, വലിപ്പമില്ല, ആകപ്പാട് ഇടങ്ങേറ്. അതിനോട് തന്നെയാണ് കുടുങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നേ വെയ്ക്കണ പണിയെടുത്താൽ മതി, ഇനി ഏതായാലും നെഞ്ചപ്പം ചുടുന്നുണ്ട് നിർത്തി എന്നൊക്കെയാണ് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും കുറച്ച് മാവ് ബാക്കിയുണ്ടായിനി. ഞാനത് പിന്നെ ചൂടാനൊന്നും നിന്നില്ല. ഞാൻ ഫ്രിഡ്ജിക്കാണ്ട് മാറ്റി വെച്ച് നാളെ നമുക്ക് കലത്തപ്പം ആണെങ്കിൽ ചൂടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള സാധനമൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ. ചോറൊന്നും ഉണ്ടാക്കണില്ല, ചായയും കടിയൊന്നും ഉണ്ടാക്കണില്ല. നമുക്ക് അയലൊക്കത്തെ പെരയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം ഇന്ന് ഓല തുറവിയാണ് കേട്ടോ പള്ളിക്കൽ. അപ്പം അവിടെ ചോറ് കൊണ്ടുവരുമ്പം നമുക്കും ഓരോ പൊതി ചോറ് നമ്മളെ പെരയ്ക്ക് നമുക്കും തരും കേട്ടോ. നമ്മളെ അടുത്തത്തെ പെരയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ചോറ് വെക്കാം. അപ്പോൾ അതിക്ക് കുറച്ച് തക്കാളി ചാറുണ്ടാക്കിയതാണ് കേട്ടോ. തൈരില്ലേനി, അപ്പം തക്കാളി വെള്ളം ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ഇന്നലെ കാണിച്ചു തന്നീനല്ലോ സപ്പോട്ട, അത് 2 പൂത്തുക്കണേ, 2 ഇഞ്ഞ് പൂക്കാനാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാക്കണേ പഞ്ചസാരയും പിന്നെ നമ്മളെ സപ്പോട്ടയും ഒക്കെ ഇട്ട് കൊടുക്കണം. ആദ്യമൊക്കെ ഞാൻ തോല് പൊളിച്ച് കണ്ട് അങ്ങനെ ഇട്ടു കേട്ടോ. പിന്നെ തോന്നി
തോല് പൊളിച്ചാൽ അങ്ങോട്ട് ഇട്ടുകാണ്ട് അവിടെ അരച്ചിക്കാണ്ട് പിന്നെ അവിടെ അരിച്ചാൽ മതിയല്ലോ എന്നാണ് കരുതി. പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ ഇട്ടു. പിന്നെ പാലും പാർന്നു പഞ്ചസാര ഇട്ടെടുത്തു. നല്ലോണം ഒന്ന് നമുക്ക് രണ്ടര കുലുക്കലാണ് കുലുക്കിയ പോലെ എന്താക്കണം ജ്യൂസ് റെഡി ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ജഗ്ഗിൽ പാർന്നേക്കാം. അപ്പോഴാണ് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ട് അരിയാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് അരിച്ച് പാർന്നിട്ട് ബാക്കിയും കൂടി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണ് ഞാൻ അരിപ്പി കൂടെ ഒന്ന് ഇങ്ങനെ അരിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ കുറച്ചുകൂടി വെള്ളം കൂട്ടണം. അപ്പോൾ അതാക്കണ് ഇഷ്ടം പോലെ തോലുണ്ട് കേട്ടോ. നമുക്ക് അതെന്താട്ടാ ഒരു ഐസും കട്ടയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് തണുപ്പിച്ചണം. ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടല്ലോ നല്ല തണുപ്പോട് കൂടി കുടിച്ചണം. അപ്പോഴാണ് അതിൻ്റെ രസം. അപ്പം ഇനി ആ ഐസും കട്ടയിൽ കടന്നോട്ടെ. പിന്നെ വെള്ളവും കൂടിക്കോളും. പറ്റങ്ങോട്ട് കുറുന്നനായി കഴിഞ്ഞാൽ കുടിച്ചാലൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഐസും കട്ടിയിട്ട് കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്ന് കിട്ടണം. അപ്പോൾ ഞാനത് വേഗം പിടിച്ചിട്ട് തന്നെ വെച്ചിങ്ങനെ കേട്ടോ. നല്ലോണം ഒന്ന് തണുക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഫ്രൂട്ട്സൊന്നും ഇല്ലായിട്ട് വല്ലാത്തൊരു പൊറുതിയാണ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു വത്തക്ക വാങ്ങിക്കൊടുന്നു. വത്തക്ക നല്ലതാണല്ലോ, വെള്ളമാണല്ലോ. അപ്പോൾ ചെറിയൊരു കഷ്ണം വാങ്ങിക്കണം കേട്ടോ. വലിയത് വാങ്ങിയിട്ട് നമ്മളത് വേഗം കേട് വരികയാണ് കേട്ടോ. എന്താ അറിയില്ല, ഫ്രിഡ്ജിൻ്റെ കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. നമ്മളെ താഴത്തേക്കൊന്നും തണുപ്പ് തട്ടാഞ്ഞിട്ടേക്കാരം പിന്നെ അത് പെട്ടെന്ന് നാശമാകുകയാണ്. ഇനിയിപ്പോൾ വത്തക്കൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പോൾ കളയാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി ഒരു കഷ്ണം വാങ്ങിയിട്ടുള്ളൂ. ഇനി കജ്ജുമ്പോൾ നമുക്ക് പിന്നെയും വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ നമ്മളെ വത്തക്കയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വത്തക്കൻ്റെ തോല് വെച്ച് കണ്ട് നമ്മൾ താളിച്ചുമ്പോഴും നല്ല രസമാണല്ലോ താളിച്ചാൽ. ഞാൻ ഇതുവരെ താളിച്ചിട്ടില്ല കേട്ടോ. ഓരോരുത്തരും പറയണേ കേൾക്കാം നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ അരിഞ്ഞിക്കാണ്ട് തോലൊക്കെ ചെത്തിക്കാണ്ട് അരിഞ്ഞപ്പോൾ നമ്മളെ ചിരങ്ങണ്ടല്ലോ അതേമാതിരി ഉണ്ടല്ലേ കാണാൻ. അപ്പം ചിരങ്ങയൊക്കെ വെക്കണ മാതിരി പച്ചമുളകൊക്കെ കീറിയിട്ട് കാണ്ട് കഞ്ഞിൻ്റെ വെള്ളം പറന്ന് തൂമിച്ചാൽ മതിയല്ലോ, കടുട്ടിച്ചാൽ മതി, രസമാണ്. അപ്പോൾ ഇതാക്കണേ നമുക്കെല്ലാം ചോറും കൊണ്ട് സാനു വന്നിക്കണം കേട്ടോ. അപ്പോൾ സാനുട്ടാനൊക്കെ പള്ളിക്കൊക്കെ പോകും. അപ്പോൾ ഓൽക്ക് പള്ളിക്കൊക്കെ പോകണവർക്ക് പള്ളിക്കൊന്നും നമുക്ക് പെരീക്കാൻ തരാണ് കേട്ടോ. അപ്പോൾ ജീനു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓൻ കടയിൽ കയറിക്കണല്ലോ. അപ്പോൾ ഓനുള്ളതും എനിക്കും മിന്നുട്ടിക്കും ഉള്ളതാണ് തന്നിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന പെരീന്നാണ് കേട്ടോ ഇന്ന് നമുക്ക് ചോറ് നമ്മളെ പെരൻ്റെ മുന്നിൽ തന്നെ നമ്മളെ കുടുംബക്കാരുമാണ് കേട്ടോ. അപ്പോൾ സാനുട്ടനാണ് കേട്ടോ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മളെ പെരൻ്റെ ചുറ്റുഭാഗത്തുള്ള പെരി കൂടെയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ സാനുട്ടനും മിന്നുട്ടിയും കൊണ്ടുപോയി കൊടുത്ത് വന്ന് നമുക്ക് ഉള്ള കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാക്കണേ നമ്മളെ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ പഴംപൊരി ഉണ്ട്, അത് താത്ത എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം താത്താക്ക് കൊടുത്തീനി. അങ്ങനെ ഓലുണ്ടാക്കിയത് പഴംപൊരിയാണ്. അപ്പം നമുക്ക് പഴംപൊരി എന്ന് ഞാനും ഒരു ഉണ്ണിയപ്പം കൊടുത്തു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു, ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറക്കണം. അപ്പം മിന്നൂട്ടി ഇതാക്കണേ നോമ്പ് തുറക്കണുണ്ട്. അപ്പോൾ നോൽമ്പ് നോറ്റീന് കേട്ടോ. പിന്നെ ഉച്ചയായപ്പം ഓൾക്ക് കൊയങ്ങാണ് പൈച്ചാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ് മുറിച്ചളാറിന് കണ്ട് അങ്ങനെ ഓള് മുറിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ച് ഇരുന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താട്ടി ചോറ് കഴിച്ചാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ സലാമാക്കാൻ്റെ ബിരിയാണി അത് വേറെ തന്നെയാണ് മക്കളെ, നല്ല രസമാണ് കേട്ടോ. പേരെന്നെ നമ്മൾ സലാമാക്കാൻ്റെ ബിരിയാണി എന്ന് പറയും. അതിൻ്റെ ഒരു വാസനയും അതിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറച്ചിയും ചോറൊക്കെ കുഴച്ചങ്ങനെ തിന്നുക. പിന്നെ തക്കാളി വെള്ളം ഈ ചോറ്റയ്ക്ക് രസമല്ല, മന്തിക്കാണ് രസം കേട്ടോ. ആ ചോറിൻ്റെ രസം തന്നെയാണ് പോയിട്ടോ അത് കുഴച്ച് തിന്നപ്പോൾ. പിന്നെ ഒരട്ടം കുഴച്ച് തിന്ന് രണ്ടാമത്തെ വട്ടം പിന്നെ ഞാൻ ആ തക്കാളി വെള്ളം കുഴച്ച് തിന്നാനേ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.